എന്നെ വേണ്ടെങ്കിലും എനിക്ക് വേണം നിങ്ങളെ, ഏഞ്ചലിനെയും. എല്ലാം ഞാൻ ഹരിനാരായണന്റെ ഭാര്യ താനായിരിക്കുമെന്ന് സ്റ്റെഫി. ഉണ്ണിക്കുട്ടൻ ബാംഗ്ലൂരിലേക്ക് പോയതിൽ വിഷമിക്കുന്ന മണിക്കുട്ടിയെ തിരുമുറ്റത്തേക്ക് കൊണ്ടുവരുന്ന ഏഞ്ചൽ. തന്റെ മുറി അലങ്കോലമാക്കിയ മണിക്കുട്ടിയെ വഴക്കു പറയുന്ന ആതിരയെ ശാസിക്കുന്ന തിരുമുറ്റത്ത് നാരായണൻ തമ്പി. തുടർന്ന് കാണുക. കനി ഇവിടെ വഴിക്കണ്ണുമായി നോക്കി നിൽപ്പാണോ? മണിക്കുട്ടി ഇങ്ങ് വന്നോളും. ഇങ്ങനെ മണിക്കുട്ടി എന്നെ വിട്ടു നിന്നിട്ടില്ലല്ലോ, അത് ഇത്രയും നേരം. മണിക്കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കോട്ടെ എന്ന് ഏഞ്ചല് ചോദിച്ചപ്പോ ഞാൻ അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. ഇതിപ്പോ ഇപ്പോഴെന്തുണ്ടായി? ഇങ്ങനെ അനാവശ്യമായി ആധി കയറ്റേണ്ട ഒരു കാര്യവുമില്ല. മണിക്കുട്ടി പോയത് എവിടെയാ? തിരുമുറ്റത്തേക്കല്ലേ? അവിടെയുള്ളവർക്കൊക്കെ മണിക്കുട്ടിയെ അറിയാം. പോരാത്തതിന് ഏഞ്ചലല്ലേ കൂടെയുള്ളത്. മണിക്കുട്ടിക്കൊപ്പം ഏഞ്ചലുണ്ടെങ്കിൽ പിന്നെ ഒരു പേടിയും വേണ്ട. രണ്ടാളും കൂടി അവിടുന്ന് കളിച്ച് രസിക്കുന്നുണ്ടാവും. മണിക്കുട്ടി അവിടെ വല്ല കുരുത്തക്കേട് ഒപ്പിക്കുമെന്നാ എന്റെ പേടി ഫാദർ. നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അഥവാ ഇനി വല്ല കുസൃതിയും ഒപ്പിച്ചാൽ തന്നെ അതാരും കാര്യമാക്കില്ല. കുട്ടിത്തം ഏറെ ഇഷ്ടപ്പെടുന്ന ആളാ തിരുമുറ്റത്തെ നാരായണൻ തമ്പി. അതൊക്കെ ശരി തന്നെ, പക്ഷേ നേരെ ഉരുട്ടിയില്ലേ? എന്നിട്ടും മണിക്കുട്ടി വരാത്ത എന്താ? ഞാനൊന്ന് പോയി നോക്കിയാലോ? കനിയുടെ ഈ വെപ്രാളം കാണുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. കനി, മണിക്കുട്ടിയെ മറ്റു കുട്ടികളെ പോലെ തന്നെ കാണണം. ആളുകൾ പലതും പറയും, കാണിക്കും. നമ്മളും ആ വേർതിരിവ് കാണിച്ചാൽ എങ്ങനെയാ? മണിക്കുട്ടി അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ, അഥവാ വല്ലതും പറ്റുമോ എന്നൊക്കെയുള്ള വേണ്ടാത്ത ചിന്തകളാ കനിയെ ഇങ്ങനെ കുഴപ്പിക്കുന്നത്. മണിക്കുട്ടി വന്നോളും. കനി ചെല്ല്, ചെല്ലു മോളെ. അയ്യോ, ഇതാണോ ഈ പാവാട? എന്റെ തന്നെയാ. ഇതാണ് എന്റെ പുഞ്ഞാരക്കുട്ടി. മണിക്കുട്ടിക്ക് വേണോ? ഇതാരുടെ കണ്ണാടിയാ? അത് ഈ മിക്കി മൗസിന്റെയാ. നന്നായിട്ടുണ്ട്. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഇതിന്റെ അകത്ത് ഗ്ലാസ് ഇല്ലല്ലോ. ഇല്ലല്ലേ? ഇവർക്ക് രണ്ടാൾക്കും വിശപ്പുണ്ടാകുന്നില്ലേ? മക്കളെ, കളി നിർത്തി വല്ലതും കഴിക്കേ. നേരെ ഇരുട്ടി തുടങ്ങി. എന്താ മണിക്കുട്ടി, എന്തിനാ കരയുന്നേ? എന്തു പറ്റി? കളിച്ച് രസിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. കനിമ, എനിക്ക് കനിമ കാണണം. എനിക്ക് കനിമ എടുത്ത് പോണം. രാത്രിയായെന്നുള്ള ബോധം ഇപ്പോഴാ ഉണ്ടായത്. എനിക്കിപ്പോ കനിമ കാണണം. എനിക്കിപ്പോ കനിമ കാണണം. ഏയ് മണിക്കുട്ടി, എന്താ മോളെ, എന്തിനാ കരയുന്നത്? നല്ല രീതിയിൽ രണ്ടാളും കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കനിയുടെ ഓർമ്മ വന്ന് കരച്ചിൽ തുടങ്ങിയതാ. കനിയുടെ അടുത്ത് പോണോന്ന്. അതിനെന്തിനാ മോള് കരയുന്നേ? ഞാൻ കൊണ്ടുവിടാലോ. വാ. ഞാനും വരാം പപ്പ. വേണ്ട മോളെ, മണിക്കുട്ടിയെ കൊണ്ട് വിട്ടിട്ട് പപ്പ വേഗം വരാം. വാ മോളെ, എനിക്ക് വാ. രാത്രിയായി തുടങ്ങിയാൽ അമ്മയുടെ അടുത്ത് എത്തണമെന്നുള്ള തോന്നലുണ്ടാവും കുട്ടികൾക്ക്. മണിക്കുട്ടി, കനിമേ,
എത്തിയോ? അയ്യേ, എന്തിനാ മോള് കരയുന്നേ? കരയല്ലേ, കരയല്ലേ മോള്, കനിവ് എവിടെയായിരുന്നു? കരയല്ലേ മോള്. ആ മണിക്കുട്ടിയെ കാത്തിരിക്കുകയായിരുന്നു. കനിക്ക് സന്തോഷമായല്ലോ. മണിക്കുട്ടി ഏഞ്ചലും വീട്ടിൽ കളിച്ചോണ്ടിരിക്കായിരുന്നു. പെട്ടെന്ന് കനിയെ കാണണമെന്ന് പറഞ്ഞ് മോള് കരച്ചിൽ തുടങ്ങി. അപ്പൊ തന്നെ ഞാനിങ്ങ് കൂട്ടിയിട്ട് പോന്നു. ആ ഇവിടെയും ഒരാൾ ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു. കരഞ്ഞ് ബഹളം വെച്ചില്ലാന്നേ ഉള്ളൂ. മണിക്കുട്ടി ഏഞ്ചലിന്റെ കൂടെ പോയ നിമിഷം മുതൽ കനിക്കിവിടെ വെപ്രാളം തുടങ്ങി. മുള്ളിൽമേൽ നിൽക്കാന്നൊക്കെ പറയില്ലേ, അതായിരുന്നു അവസ്ഥ. മണിക്കുട്ടിയെ കാണുന്നില്ലല്ലോ, അവൾക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ എന്നൊക്കെയുള്ള ആധിയിലായിരുന്നു കനി. കുറച്ച് മുൻപ് വരെ വഴിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ. മണിക്കുട്ടി അവിടെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? ദാ തുടങ്ങി വീണ്ടും. മണിക്കുട്ടി എന്താ കുഴപ്പമുണ്ടാക്കുന്നവളാ? മണിക്കുട്ടി ഇവിടെ എത്തിയില്ലേ? നിങ്ങൾ ചെല്ല്. മോള് വാ. ഞാനിത്തിരി തമാശ കലർത്തി പറഞ്ഞതാണെങ്കിലും കുറച്ചു നേരം മണിക്കുട്ടി മാറി നിന്നപ്പോ കനിക്കുണ്ടായ പരവേശം എന്നെ വിഷമിപ്പിച്ചു. കനിയുടെ ശരീരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സ് മുഴുവൻ മണിക്കുട്ടിക്കൊപ്പമായിരുന്നു. ഒരുപക്ഷേ സ്വന്തം അമ്മമാർ പോലും മക്കളെ ഇങ്ങനെ സ്നേഹിക്കില്ല. മണിക്കുട്ടിക്ക് മാത്രമല്ല, ഏഞ്ചലിനും ഇപ്പോൾ കനി അമ്മ തന്നെയാ. പ്രാണവായുവിന് തുല്യമാണ് കനിക്ക് മണിക്കുട്ടി. അത് മുൻപേ ഞാൻ അറിഞ്ഞതാ. ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചതാ. നിങ്ങളുടെ കുടുംബ സുഹൃത്തായ പ്ലാപ്പറമ്പിൽ ബേബിച്ചൻ കനിയെ മകളായി സ്വീകരിക്കാൻ തയ്യാറായ കാര്യം. ബേബിച്ചനും അന്നക്കുട്ടിയും വന്ന് കനിക്ക് വേണ്ടി പിറകെ നടക്കുകയായിരുന്നു. കനി ഒരു തരത്തിലും വഴങ്ങിയില്ല. മണിക്കുട്ടിയെ വിട്ടുകൊണ്ടുള്ള ഒരു കാര്യത്തിലും താൻ തയ്യാറല്ല എന്നവൾ തീർത്തു പറഞ്ഞു. അങ്ങനെയാ മണിക്കുട്ടിയെ ദത്തെടുക്കാൻ തയ്യാറായ ഒരു ഫാമിലിയെ കണ്ടെത്തിയത്. പക്ഷെ ഒന്നും നടന്നില്ല. മണിക്കുട്ടിയോടുള്ള കനിയുടെ ആത്മബന്ധം സൂചിപ്പിക്കാനാ ഞാൻ ഇക്കാര്യം പറഞ്ഞത്. അന്നത്തേതിൽ നിന്നും ഒട്ടും മാറിയിട്ടില്ല ഇപ്പോഴും കനി. കനിയുടെ സ്നേഹത്തിന്റെ ഒരു പങ്കുപറ്റാൻ എന്റെ മോൾക്കും ഭാഗ്യമുണ്ടായല്ലോ. ശരിയാ. മോളവിടെ നോക്കിയിരിക്കുന്നുണ്ടാവും. ഞാൻ ചെല്ലട്ടെ? അങ്ങനെ ആവട്ടെ. ശരി. ഇങ്ങനെ മോങ്ങിട്ടൊന്നും ഒരു കാര്യമില്ല. കുട്ടികളായ കുറച്ചൊക്കെ അനുസരണം വേണം. നിന്നെ പോലൊരു കുട്ടി ഈ പരിസരത്തെങ്ങുമില്ല. അതെ, സൗകര്യങ്ങൾ കൂടിപ്പോയതാണ് ഇവളുടെ പ്രശ്നം. സൂര്യേട്ടന് ഒരു മോനുണ്ടല്ലോ, എന്തൊരു ഡീസന്റ് അവൻ. നിന്നെ പോലെയല്ല. കൾച്ചറില്ലാത്ത വകകൾക്കൊപ്പം കൂടിയാ ആ ഗുണമേ കിട്ടൂ. വളർത്തുദോഷാണെന്ന് ആൾക്കാർ പറയൂ. ഒന്നേ ഉള്ളുവെങ്കിലും ഉലക്ക കൊണ്ട് അടിക്കണോന്ന് പറയുന്നത് വെറുതെ അല്ല. നിർത്ത്. ഇതെന്താ പോലീസ് സ്റ്റേഷനാണോ? വിരട്ടലും ചോദ്യം ചെയ്യലും ഒക്കെ. എത്ര പറഞ്ഞാലും നിങ്ങൾക്കെന്താ മനസ്സിലാവാത്തേ? എന്നും ഇങ്ങനെ മാനസികമായി പീഡിപ്പിച്ചാൽ ഈ പാവം തളർന്നു പോകും. ഞങ്ങളെ മാത്രം അച്ഛൻ ഇങ്ങനെ കുറ്റം പറയാതെ. ഇവള് കാണിക്കുന്ന കുരുത്തക്കേടുകൾക്ക് കൈ കണക്കുണ്ടോ? വകതിരിവില്ലാത്ത ആ പൊട്ടിപ്പെണ്ണും ഇവിടെ എന്തെല്ലാം നാശങ്ങളാ ഉണ്ടാക്കിയത്. വില കൂടി എന്റെ പുതിയ സാരി വരെ നാശമാക്കി. ആ സാധനത്തെ ഇവിടേക്ക് കൊണ്ടുവരരുതെന്ന് പലതവണ പറഞ്ഞതാ ഞാൻ. എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളെ. കുട്ടികളാവുമ്പോൾ ചില്ലറ കുറുമ്പും കുസൃതികളൊക്കെ ഉണ്ടാകും. അതിനെ ആ അർത്ഥത്തിലെടുക്കണം. കുട്ടിയായിരിക്കുമ്പോൾ നീ കാണിച്ചു കൂട്ടിയൊന്നും ഞാൻ മറന്നിട്ടില്ല. പിന്നെ മണിക്കുട്ടി, അങ്ങനൊരവസ്ഥ നമുക്കാർക്കും വരാതിരുന്നതിന് ദൈവത്തോട് നന്ദി പറയണം. ബുദ്ധി വളർച്ച ഇല്ലാതായത് ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ, അങ്ങനെ സംഭവിച്ചു പോയി. അവരോട് സ്നേഹം കാണിക്കുകയാണ് വേണ്ടത്. ശപിച്ചും ഒറ്റപ്പെടുത്തിയും അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ദൈവം പൊറുക്കില്ല. നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ നാവിന്ന് വരുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി വരും.
പറയുന്നതുകൊണ്ട് അച്ഛന് വേറൊന്നും തോന്നരുത്. പെൺകുട്ടികളായാൽ കുറച്ചൊക്കെ അടക്കവും ഒതുക്കവും വേണം. ഒരു പള്ളിയിലച്ഛന്റെ ഔദാര്യത്തിൽ കഴിയുന്നവരുമായുള്ള ഇവളുടെ കൂട്ടുകെട്ടിന് വളം വെച്ച് കൊടുക്കരുത്. ഇതിന്റെ പേരിൽ ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുന്നത് ഞങ്ങളാ. ഈ നാട്ടിൽ എത്ര കുട്ടികളുണ്ട്, അവരാരും എന്താ അവിടെ പോയി കൂട്ടുകൂടാത്തത്? വേറെ ഒരാള് പോലും ആ പൊട്ടിപ്പെണ്ണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നില്ലല്ലോ. മറ്റുള്ള കുട്ടികളൊന്നും ഇവളെ പോലെയല്ലല്ലോ. ഇവക്ക് കൊമ്പുണ്ടല്ലോ, വലിയ കൊമ്പ്. നിങ്ങൾ തന്നെ ഈ കുഞ്ഞു മനസ്സ് വേദനിപ്പിക്കണം. നിങ്ങളുടെ ചെയ്തികൾ കാരണം ഇവളുടെ മനസ്സിൽ നിന്നും നിങ്ങളൊക്കെ അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മോളെ പപ്പ, എനിക്ക് നിൽക്കേണ്ട പപ്പ, നമുക്ക് പോവാം പപ്പ. എന്താ മോളെ ഇത്? പപ്പ, നമുക്ക് കുഞ്ഞു അപ്പേരെ സുറുമാൻ്റെ അടുത്തേക്ക് പോവാം പപ്പ. അവിടെ നിന്നാ മതി നമുക്ക്. ഇവരൊക്കെ മോശമാ. പോവാം പപ്പ. വാ മോളെ. ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. നിങ്ങളിൽ നിന്നും ഏഞ്ചൽ അകന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നുവെന്ന് അധികം താമസിയാതെ സംഭവിച്ചു. സ്നേഹം തേടിയാ അവൾ പോയത്. ജയന്റെയും സുറുമിയുടെയും വിജയമാണത്, നിങ്ങളുടെ തോൽവിയും. എന്നിട്ട് അവരങ്ങോട്ട് തന്നെ പോയെന്ന് ഉറപ്പാണോ? അതെ, കുഞ്ഞു പപ്പയുടെയും സുറുമിയാന്റിയുടെ അടുത്തേക്ക് പോകാന്നാ ഏഞ്ചൽ പറഞ്ഞത്. അവള് പറഞ്ഞ പിന്നെ അത് സാധിച്ചു കൊടുക്കാതിരിക്കും ഏട്ടൻ. ഇന്ന് രാത്രി അവിടെ പൊരിഞ്ഞ ചർച്ചയായിരിക്കും. ആതിര പറഞ്ഞതൊക്കെ ഇത്തിരി കൂടിപ്പോയി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരിറങ്ങിപ്പോയാ നമ്മുടെ പദ്ധതികളൊന്നും നടക്കാതെ വരും. പപ്പയും മോളും അവരുടെ ആളായി മാറും. അവള് കാണിച്ചു കൂട്ടുന്നതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാതിരിക്കും? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? കുറച്ചൊക്കെ ക്ഷമ കാണിക്കണം ആതിരെ. ഏഞ്ചലിനെ ചൊടിപ്പിക്കുന്നത് നമുക്ക് ദോഷമേ ചെയ്യൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കടിച്ചു പിടിച്ചു നിൽക്കണം. ജയനും ആ സുറുമിയും ചെയ്യുന്നത് കാണുന്നില്ലേ? ഏട്ടന്റെ ഏഞ്ചലിന്റെയും പ്രീതി നേടിക്കൊണ്ടിരിക്കുക അവര്. രണ്ടാളെയും സോപ്പിട്ട് ആ ജയൻ സ്വത്തെല്ലാം കൈക്കലാക്കും. അതിനുള്ള തുറുപ്പ് ചീട്ടാ ഏഞ്ചൽ. ആതിരെ, നീ നിന്റെ എടുത്തുചാട്ടം കുറയ്ക്കണം. നീയാണല്ലോ അവിടെ ഉള്ളത്, അതുകൊണ്ടാ പറയുന്നത്. അല്ലാതെ നിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യം എന്തായി? നടക്കുന്നുണ്ട്. ഇത് ഫലം കാണുന്നില്ലെങ്കിൽ ഡോക്ടർ ഒന്ന് മാറ്റി കാണിക്കും. കുട്ടികളില്ലാത്തവർക്കുള്ള ചികിത്സയെന്നും പറഞ്ഞ് മുക്കിന് സ്ഥാപനങ്ങളുണ്ട്. ഒറിജിനൽ ഏതാ വ്യാജൻ ഏതാന്നൊന്നും അറിയാനൊക്കില്ല. ഞങ്ങളിപ്പോ കാണിക്കുന്ന ഡോക്ടർ നല്ല ഡോക്ടറാ. പിന്നെ തലവരെയും നേരെയാവണമല്ലോ. എന്നാ ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. ഗുഡ് നൈറ്റ്. വല്യേട്ടാ, പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ ആതിര ചേച്ചിയുടെ സ്വഭാവം നാൾക്ക് നാൾ വഷളായിക്കൊണ്ടിരിക്കുക. സാധാരണ കുട്ടികളില്ലാത്തവര് ഏത് കുട്ടികളെയായാലും സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യാനല്ലേ നോക്കൂ. ഇതെന്താ ഇവരിങ്ങനെ? പോട്ടടാ, ചെറുപ്പത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവള്. അധികം സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ആളായിപ്പോ. ഇങ്ങോട്ട് വരുമ്പോ അച്ഛൻ എന്തു പറഞ്ഞു? അച്ഛൻ എന്തു പറയാനാ? ഈ വയസ്സാം കാലത്തും മനസ്സമാധാനം കിട്ടുന്നില്ല എന്നതാ വാസ്തവം. അച്ഛനെല്ലാം അറിയാം, പക്ഷെ പലതും കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടിൽ നിൽക്കുക. എനിക്ക് ആ വീട്ടിൽ നിൽക്കാനേ തോന്നുന്നില്ല. ആതിരപ്പച്ചയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഒരു കാര്യമില്ലാതെ എന്നെ വഴക്കു പറയാ. മോൾക്ക് ചെറിയ തോതിലെങ്കിലും സ്നേഹവും ആശ്വാസമൊക്കെ കിട്ടുന്നത് ആ മണിക്കുട്ടിയുടെയും കനിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ്. മോളെ അവിടേക്ക് വിടുന്നത് എന്തോ വലിയ മഹാപാപമായിട്ടാ സൂര്യനും ആതിരയൊക്കെ പറയുന്നത്. അവർക്കതൊരു കുറച്ചിലാണത്രേ. എന്തു കുറച്ചില്? ഏട്ടാ, അവരുടെ ധാരണ അവര് മാത്രം എല്ലാം തികഞ്ഞവരാണെന്നാ. അവരുടെ കണ്ണി ഞാനും പുകഞ്ഞവള്ളിയാണല്ലോ. ഞാൻ അവിടുന്ന് മാറി താമസിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരാ.
ഒരേ ചോരയായിട്ടും അവരെന്താ വല്യേട്ട ഇങ്ങനെ ആയിപ്പോയത്? സുറുമിയെ ഞാൻ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി അവര് കളിച്ച കളിയൊന്നും ഞാൻ മറന്നിട്ടില്ല വല്യേട്ട. ഒരു കൂടപ്പറപ്പിനോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും അവരെന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അറിയോ? സകലത്തും ഞാൻ സഹിച്ചു നിന്നതാ. 2 കൈയും കൂട്ടിയടിച്ചാലല്ലേ ഒച്ച ഉണ്ടാവത്തുള്ളൂ. ഞങ്ങളുടെ ഇഷ്ടം സത്യസന്ധമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു. എനിക്കിവിടെ കുഞ്ഞു അപ്പേരെ സുറുമ ആന്റിയുടെ അടുത്ത് ഇരിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ കനി ആന്റിയുടെ മണിക്കുട്ടിയുടെ അടുത്ത്. എല്ലാരെയും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളാ വല്യേട്ടൻ. അതുകൊണ്ട് വല്യേട്ടനോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. എന്നാലും വേറൊന്നും അല്ല, വല്യേട്ടനൊരു കല്യാണം കഴിക്കുന്ന കാര്യം തന്നെ. ഇത് പറഞ്ഞു പറഞ്ഞ് മടുത്തില്ലേ സുറുമി നമ്മള്? ദേ വല്യേട്ട, ഏഞ്ചൽ മോള് വളർന്നു വരുക. ഒരമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും അവൾക്ക് വേണ്ടി വരുന്ന സമയമായത്. ഏഞ്ചൽ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഏഞ്ചലിന്റെ ഏതാഗ്രഹവും വല്യേട്ടൻ സാധിച്ചു കൊടുക്കും. ഇവിടെ വരണമെന്ന് പറഞ്ഞു വന്നു, മണിക്കുട്ടിയെടുത്ത് പോണോന്ന് പറഞ്ഞാൽ കൊണ്ടുവിടും. പക്ഷേ ഒരമ്മയുടെ കാര്യം മാത്രം. വല്യേട്ട, ഇങ്ങനെ എത്ര നാള് പോകുന്ന? അത് പിന്നെ എനിക്ക് വല്യേട്ടൻ പറയാൻ പോകുന്നത് എന്താന്ന് നമുക്കറിയാം. അനി ചേച്ചിയുടെ കാര്യമില്ലേ? ആനി ചേച്ചിയെ വല്യേട്ടൻ എത്രമാത്രം സ്നേഹിക്കുന്നു നമുക്കറിയാം. അതിന് സമാനതകളൊന്നും തന്നെ ഇല്ല. അതെ, കണ്ണിൽ നിന്ന് അകന്നു പോയിട്ടും വല്യേട്ടന്റെ മനസ്സിൽ നിന്ന് ആനിച്ചേച്ചി പോയിട്ടില്ല. അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. അതിൻ്റെ കൂടെ ഏഞ്ചലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഏഞ്ചലിന് വേണ്ടുന്നതൊക്കെ ഞങ്ങൾ കൊടുക്കും. എന്നാലും ഏഞ്ചലിന്റെ സന്തോഷം അതൊരിക്കലും മായാതിരിക്കാൻ ഒരമ്മ വന്നേ തീരൂ. വല്യേട്ടാ, വാ മോളെ. ഗുഡ് നൈറ്റ്. നമ്മൾ പറഞ്ഞത് കൂടിപ്പോയോ ജയേട്ടാ? വല്യേട്ടൻ ഒന്നും മിണ്ടാതെ കേറി പോയത് കണ്ടില്ലേ? ഏയ്, വല്യേട്ടനോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? ഒന്നും തെറ്റായിട്ട് എടുക്കത്തില്ല വല്യേട്ടൻ. വല്യേട്ടൻ കല്യാണം കഴിക്കുന്നത് വരെ നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ആ, ഏഞ്ചലിന് നാളെ സ്കൂളിൽ പോകണ്ടല്ലേ? യൂണിഫോമും ബുക്കും ഒക്കെ. അത് ശരിയാണല്ലോ. കുഴപ്പമില്ല, ഞാൻ രാവിലെ പോയി എടുത്തോണ്ടിരാം. ഇവിടുന്ന് നേരെ സ്കൂളിൽ പോയിക്കോട്ടെ. പപ്പ, മോളുടെ വിഷമമൊക്കെ മാറിയില്ലേ? പപ്പ ഞാൻ ചോദിക്കട്ടെ, എനിക്കിനി ഒരിക്കലും മമ്മി ഉണ്ടാവില്ലേ? മോളെ, ഫോട്ടോയിലുള്ള മമ്മി കാണാൻ എന്ത് ഭംഗിയാ. നമ്മളിവിടെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. എനിക്ക് മമ്മി ഇല്ലാത്ത പോലെ മണിക്കുട്ടിക്ക് പപ്പയില്ല. പക്ഷെ കനിയാൻ്റെ തന്നെയാ മണിക്കുട്ടിയുടെ പപ്പയും മമ്മിയും ഒക്കെ. പപ്പ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോളെ? നമ്മളെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് മണിക്കുട്ടിയെയും കനിയാൻ്റെയും നമ്മളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാം. മോളെ, അത് അപ്പൂപ്പനൊരിക്കൽ വീട്ടിലുള്ള ആർക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ല. അവര് വേണ്ട. നമുക്ക് മണിക്കുട്ടിയും കനിയാൻ്റെയും കൊണ്ടുവരാം. കനിയാൻ്റെ എന്ത് സ്നേഹത്തോടെയാണോ മണിക്കുട്ടിയെ നോക്കുന്ന, നല്ലപോലെ സ്നേഹിക്കും, ഉമ്മ കൊടുക്കും, ചോറ് വാരി കൊടുക്കും. കനിയാൻ്റെ കെട്ടിപ്പിടിച്ചാ മണിക്കുട്ടി ഇറങ്ങുന്നത്. എനിക്കും അതൊക്കെ വേണം പപ്പ. കനിയാൻ്റെ നമ്മുടെ വീട്ടിലേക്ക് വന്നാ അതൊക്കെ എനിക്കും കിട്ടുമല്ലോ. മോളെ, മണിക്കുട്ടിയും കനിയാൻ്റെ നമ്മുടെ വീട്ടിലേക്ക് വന്നാ എനിക്ക് മമ്മയെ കിട്ടും, മണിക്കുട്ടിക്ക് പപ്പയും കിട്ടും. എനിക്ക് കനിയാൻ്റെ മമ്മിയാവും. കനിയാൻ്റെ എന്നെ സ്നേഹിക്കും, ഉമ്മ വയ്ക്കും, ചോറ് വാരിത്തരും. അപ്പ കനിയാൻ്റെ കെട്ടിപ്പിടിച്ച് എനിക്ക് കിടക്കാം. പപ്പയെ കിട്ടുമ്പോ മണിക്കുട്ടിക്ക് സന്തോഷാവും. വീട്ടിൽ നിന്ന് അപ്പൂപ്പനെ പറഞ്ഞു വിടണ്ട, ബാക്കി എല്ലാവരും പറഞ്ഞു വിടണം. പിന്നെ ഞാനും പപ്പയും മണിക്കുട്ടിയും കനിയാൻ്റെയും മാത്രം. പിന്നെ അപ്പൂപ്പനും. മണിക്കുട്ടിയും കനിയാൻ്റെയും വീട്ടിലേക്ക് കൊണ്ടുവരില്ലേ? കൊണ്ടുവരാൻ സമ്മതിക്കും പപ്പ. മണിക്കുട്ടിയും കനിയാൻ്റെ ഇല്ലാതെ ഞാൻ ആ വീട്ടിലേക്ക് വരില്ല.
എനിക്ക് മമ്മിയെ വേണം പപ്പ. ശരി മോളെ, അവരെ കൊണ്ടുവരാം. ഹായ് നല്ല പപ്പ, കുഞ്ഞാറ് പപ്പ. താങ്ക് യു പപ്പ. കനിയാന്റി മണിക്കെട്ടി വന്നാലേ നമ്മൾ മാത്രമേ ആണല്ലോ, എത്ര രസമായിരിക്കും അല്ലേ? പിന്നെ കളിക്കാം, ചിരിക്കാം, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാം. പിന്നെ കനിയാന്റി കെട്ടിപ്പിടിച്ച് എനിക്ക് കിടക്കുകയും ചെയ്യാലോ, അല്ലേ പപ്പ? അറിയാത്ത ആരെങ്കിലും ഇപ്പൊ ഇവിടെ വന്ന് എന്നെ കണ്ടാ പറയും ഞാൻ ഇവിടുത്തെ പണിക്കാരനാണ്. ആ തലവരെ തൂത്താലൊന്നും പോകത്തില്ലല്ലോ. ഇതാര് കുഞ്ഞളീനോ? ആതിരെ ആതിരെ ഇതാരെ വന്ന നോക്ക്. എന്റെ പൊന്നളിയ ആളിയെ ഇങ്ങനെ വിളിച്ചു കൂവണ്ട. ഞാൻ ഏഞ്ചൽ മോളുടെ യൂണിഫോം എടുക്കാൻ ഇങ്ങോട്ട് വന്നേ. അത് ശരി. ഓ നീയായിരുന്നോ? ഇവിടുന്ന് രണ്ടുപേരും അങ്ങോട്ട് വന്നായിരുന്നല്ലോ. അവരെവിടെ? അവരവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഹരിയേട്ടനെ ഏഞ്ചലിനെയും പിടിച്ചു വെച്ചിരിക്കുകയാണല്ലേ നിങ്ങള്. നിന്റെ ഭാര്യ എന്ന് പറയുന്ന ആളായിരിക്കും എല്ലാത്തിന്റെ സൂത്രധാര. ചേച്ചി എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത്? ഞങ്ങൾ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. എന്നിട്ടാണോ അവരങ്ങോട്ടേക്ക് ഓടി വന്നത്? കുഞ്ഞി പപ്പാന്ന് സുറുമി ആന്റി എന്ന് പറയുമ്പോ ഏഞ്ചലിന്റെ വായിന്ന് തേനും പാലും വരുവാ. അല്ല, ഇവിടെയുള്ള ആർക്കും ഇല്ലാത്ത എന്ത് മഹിമയാണ് നിങ്ങൾക്കുള്ളതെന്ന് പിടികിട്ടുന്നില്ല. നീ എന്നും വളഞ്ഞ വഴിയിലൂടെയല്ലേ പോയിട്ടുള്ളൂ. സകലരുടെയും മുഖത്ത് കരിവാരി തേച്ച് അന്യമതത്തിൽപ്പെട്ട ഒരുവളെ കെട്ടി ഏട്ടന്റെ പാതയിലൂടെയാണ് ഞാനെന്നും ഏട്ടനാണ് മാതൃകയെന്നും ഒക്കെ പറഞ്ഞ് ഏട്ടനെ കയ്യിലെടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഏട്ടന്റെ സ്വത്തിലാ നിന്റെ കണ്ണ്.